permutations and combinations. See this question. How many 3-digit numbers can be formed using the digits 1, 2, 3, 4, 5 if repetition of the digits is allowed? ആദ്യം റിപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ഈസ് അലൗഡ്. 3-digit നമ്പർ എടുക്കാം. ഇപ്പോൾ 3-digit നമ്പർ എന്ന് പറയുമ്പോൾ 123 ഈസ് 3-digit നമ്പർ. ഇപ്പോൾ ഫസ്റ്റ് 100, ഫസ്റ്റ് 1, അത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് 500 സംതിങ് വരും. അപ്പോൾ എന്തായാലും എനി ഓഫ് ദ 5 digits ക്യാൻ ബി ടേക്കൺ ഹിയർ. സോ അതാണ് ഇവിടെ 5 ആണ് കാണുന്നത്. ഇനി 553 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ 5 ആകാം, സെക്കൻഡ് നമ്പറും വേണമെങ്കിൽ 5 തന്നെ ആവാം, കാരണം റിപ്പിറ്റേഷൻ അലൗഡാണ്. അപ്പോൾ അവിടെയും ഇതിലേത് 5, ഈ 5 ഏത് നമ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ 3rd digitലും ഇപ്പോൾ 555. അപ്പോൾ ഇതിലേത് 5 ഈ 5 നമ്പേഴ്സിൽ ഏത് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ 5 × 5 × 5 125. ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യണമെന്നാണ് ഇവിടെ തിയറി പറയുന്നത്. ദാറ്റ് ഇസ് m × n. ദിസ് ഈസ് വാട്ട് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. If an event can occur in m different ways, following which another event can occur in n different ways, then the total number of occurrence of the events in the given order is m × n. അപ്പോൾ അങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ഇനി റിപ്പിറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് ആണെങ്കിൽ, റിപ്പിറ്റേഷൻ അലോ ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് നമ്പർ ഈ 5 ഏത് നമ്പർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്പർ എടുക്കാം. ഇതിൽ എഴുതിയത് സെക്കൻഡ് നമ്പറായിട്ട് പറയാൻ പാടില്ല. സോ 525 എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെയും 5 വരുന്നുണ്ട്. അപ്പോൾ നമ്പേഴ്സ് ഡിജിറ്റ് റിപ്പീറ്റ് ആകാത്തത് പോലെ നമ്പർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 5 നമ്പേഴ്സിൽ ഏത് നമ്പർ യൂസ് ചെയ്തിട്ടും ഫസ്റ്റ് നമുക്ക് എഴുതാം. ആ ഫസ്റ്റ് എഴുതിയത് പിന്നെ എഴുതാൻ പാടില്ല. അപ്പോൾ ഒന്ന് കുറഞ്ഞു 4, then അടുത്തതിൽ ഒന്ന് കുറഞ്ഞു 3. അപ്പോൾ 5 × 4 × 3 60. ഓക്കെ. How many 3-digit even numbers can be formed using the digits 1, 2, 3, 4, 5, 6 if repetition of digits is allowed? Repetition allowed ആണെങ്കിൽ, അപ്പോൾ 3-digit ഈവൺ നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇപ്പോൾ 122 ഇറ്റ് ഇസ് എൻ ഈവൺ നമ്പർ. 124 ഈവൺ നമ്പർ. അപ്പോൾ 2, 4, 6 ഈ 3 digitsൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റും. അതിനാണ് ഈ 3 എന്ന് പറയാൻ കാരണം. 2, 4, 6. ഓക്കെ. റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ ഇത് 122 എന്ന് പറയുന്ന പോലെ യൂണിറ്റ് പ്ലേസ്, പിന്നെ 100 പ്ലേസ്, പിന്നെ യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ്, പിന്നെ 100 പ്ലേസ്. ഇപ്പോൾ ടെൻസ് പ്ലേസിൽ 6 digits ഏത് വരാം. അതുപോലെ യൂണിറ്റ് 100 പ്ലേസിൽ 6 digitsൽ ഏതും വരാം. അപ്പോൾ 6 × 6 × 3 108 വരും. റിപ്പീറ്റേഷൻ അലൗഡ് ആവുന്ന കേസിലാണെങ്കിലോ ഇത് 3 തന്നെയാണ്. അപ്പോൾ 2, 4, 6 ഏത് നമ്പറും ഇവിടെ വരും. സപ്പോസ് ഇപ്പോൾ 2 ആണ് വന്നെങ്കിൽ ഇനി അടുത്തതിലേക്ക് 2 വരാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ 5 നമ്പേഴ്സാണ് 6 നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണോ ഇവിടെ വന്നത് അത് പിന്നെ വരാൻ പറ്റും. അപ്പോൾ ഒന്ന് കുറയും, ദാറ്റ് ഇസ് 5. അപ്പുറത്തേക്ക് 4 ആവും അല്ലേ. അപ്പോൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്നു, റിപ്പീറ്റേഷൻ ഇല്ല. അങ്ങനെയാണ് ഇതുപോലെയാണ് വരുന്നത്. ഇപ്പോൾ ഈ 3 എന്ന് പറയാൻ കാരണം ഈവൺ നമ്പർ കിട്ടണമെങ്കിൽ 2, 4, 6 കൊടുത്തിരിക്കുന്നത് 2, 4, 6 ഏതെങ്കിലും ഒന്ന് വേണം. അതാണ് ഇവിടെ 3 പറയാൻ കാരണം. നേരത്തെ അത് തന്നെയാണ് കേസ്. പിന്നെ 6 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏത് നമ്പർ വന്നാലും അതിനെടുക്കാൻ പറ്റില്ല. അപ്പോൾ 6ൽ ഒന്ന് കുറഞ്ഞ് 5, അപ്പുറത്ത് ഒന്ന് കുറഞ്ഞ് 4. അപ്പോൾ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യണം. ആ കേസിലാണ് ഇതുപോലെ കുറഞ്ഞ് വരുന്നത്. സോ ആൻസർ 60. ഹൗ മെനി 5-digit telephone numbers can be constructed if each number starts with 67 and no digit is repeated? 5-digit telephone number ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ 67 ആണ്. ഓക്കെ. അപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുക. ഫസ്റ്റ് നമ്പർ 67, ഫസ്റ്റ് 2 digit 67 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 5-digit 1. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 digit ആയി. ഇനി ബാക്കി 3 digits ഉണ്ട്. ആ 3 digitsൻ്റെ കാര്യം നോക്കിയാൽ മതി നമുക്ക്. ഓക്കെ. വിച്ച് ആർ ദ നമ്പേഴ്സ്? നമ്പർ പറഞ്ഞ് നമുക്കറിയാം 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 10 digit ഉണ്ട്. ഓക്കെ. ആ 10 digitൽ 2 പോയിട്ടുണ്ട്, ബാക്കി 8. അപ്പോൾ ബാക്കി ഏതും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. റിപ്പിറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 8 നമ്പേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും അടുത്തിലൊന്ന് കുറയും, പിന്നെ വീണ്ടും ഒന്ന് കുറയും. ഓക്കെ. ഇതും കൂടി ആകുമ്പോൾ 5 digits ആവും. 1, 2, 3, 4, 5 digits ആവും. ഇതിനെപ്പറ്റി നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ പറഞ്ഞാൽ മതി. സോ ആൻസർ ഈസ് 8 × 7 × 6 336. ഹൗ മെനി 4-digit numbers are there with no digit repeated? How many 4-digit numbers are with no digit repeated? ഇപ്പോൾ എത്ര 4-digit നമ്പേഴ്സ് ഉണ്ട് ഡിജിറ്റ് റിപ്പീറ്റ് ആക്കാൻ പാടില്ല.
ഇപ്പോൾ 4 ഡിജിറ്റിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. We know that numbers are what 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇങ്ങനെ 10 നമ്പേഴ്സ് ഉണ്ട്. 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1234 ഇസ് എ 4 ഡിജിറ്റ് നമ്പർ. സ്റ്റാർട്ടിങ് 1 ആയിരുന്നു. സ്റ്റാർട്ടിങ് 0 നമ്മളാരും പറയില്ല, കാരണം 0 സ്റ്റാർട്ട് ചെയ്താൽ അതിന് വാല്യൂല്ലതായി പോകും. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ 0, 2, 3, 4 it is 4 ഡിജിറ്റ് നമ്പർ, ബട്ട് സ്റ്റാർട്ടിങ് 0, therefore 0 can be avoided. അപ്പോൾ 0 പറയേണ്ട ആവശ്യമില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 10 ഡിജിറ്റ് ഇല്ല, 9 ഡിജിറ്റ് മാത്രമേ, 0 കളഞ്ഞു 9 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് എഴുതുമ്പോൾ. പിന്നെ സെക്കൻഡ് നമ്പർ എഴുതുമ്പോൾ അതിൽ ഈ പറയുന്ന 10 നമ്പേഴ്സും വരാം. 0, 1, 2, 3, 4, 5, 6 10 നമ്പേഴ്സും ഉണ്ട്, കൺസിഡർ ചെയ്യണം. പക്ഷേ ഫസ്റ്റ് നമുക്ക് ഒരു നമ്പർ വന്നു കഴിഞ്ഞു, ബാക്കി 9 നമ്പേഴ്സ്. അപ്പോൾ ഈ 2 കേസ് 9 വരാൻ കാരണം ഇതാണ്, ഫസ്റ്റ് നമ്മൾ ഡിജിറ്റ് പറയുമ്പോൾ അതിൽ 0 ഇൻക്ലൂഡ് ആക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ വാല്യൂ ഇല്ലാതായി പോകും. അതുകൊണ്ട് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 9 0 മാറ്റുമ്പോൾ ബാക്കി 9 നമ്പേഴ്സ്. പക്ഷേ സെക്കൻഡ് ഡിജിറ്റ് എഴുതുന്ന സമയത്ത് 0 കൂടെ ഇൻക്ലൂഡ് ആക്കണം. അപ്പോൾ 10 ഡിജിറ്റായി. പക്ഷേ ഫസ്റ്റ് നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞല്ലോ, അതിന് വരാൻ പാടില്ല. ഒരു നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞു, അതിന് വരാൻ പാടില്ല. അപ്പോൾ 9, പിന്നെ 8, പിന്നെ 7. ഓക്കെ. സോ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ്. ഫാക്ടോറിയൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 അതാണ് 4 ഫാക്ടോറിയൽ 24. 3 ഫാക്ടോറിയൽ 1 into 2 into 3 6. 2 ഫാക്ടോറിയൽ 1 into 2 into 1 into 2 that is 2. ഇപ്പോൾ ഓർത്തോക്കേണ്ട കാര്യം ഇതാണ്, 0 ഫാക്ടോറിയൽ 1 ആണ്, 1 ഫാക്ടോറിയൽ 1 ആണ്. പിന്നെ ജനറൽ ഫോർമുല വാട്ട് ഇസ് n ഫാക്ടോറിയൽ 1 into 2 into 3 into 4 to up to n വരെ. ഇപ്പോൾ 4 ഫാക്ടോറിയൽ 1 into 2 into 3 into 4 വരെ. ഇപ്പോൾ 4ൻ്റെ ജസ്റ്റ് പ്രീവിയസ് നമ്പറാണ് 3, ഒന്ന് കുറവാണ്. അപ്പോൾ ഇവിടെ n-ൻ്റെ ജസ്റ്റ് പ്രീവിയസ് നമ്പർ ആരാണ്, n-1 ആണ്. ഓക്കെ, അങ്ങനെ പോകും. 5 ഫാക്ടോറിയൽ മീൻസ് 1 into 2 into 3 into 4 into 5. അപ്പോൾ ഇത്ര വരെ നമുക്ക് എന്ത് പറയാം, 4 ഫാക്ടോറിയൽ എന്ന് പറയാം. 4 ഫാക്ടോറിയൽ ഇൻറ്റു 5. ഓക്കെ, 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 അങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ഇത്ര വരെ 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 into 5 അങ്ങനെ പറയാം. 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 into 5. അപ്പോൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. അപ്പോൾ 9 വരെയാണെങ്കിൽ 9 ഫാക്ടോറിയൽ പിന്നെ ഇൻറ്റു 10. അതല്ലെങ്കിൽ 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 into 10. അപ്പോൾ ജനറൽ നമുക്ക് അങ്ങനെ പറയാം, n ഫാക്ടോറിയൽ മീൻസ് n into n-1 ഫാക്ടോറിയൽ. n-1 വരെ n-1 ഫാക്ടോറിയലായി, പിന്നെ ഒരു n കൂടെ. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ n-2 ഉണ്ടാവും, n-2 വരെ n-2 ഫാക്ടോറിയൽ, പിന്നെ n-1 into n. അപ്പോൾ അങ്ങനെ നമുക്ക് സൗകര്യം പോലെ എഴുതാൻ പറ്റും. ഫൈൻ 4 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ. വാട്ട് ഇസ് 4 ഫാക്ടോറിയൽ? 1 into 2 into 3 into 4 24. 3 ഫാക്ടോറിയൽ 1 into 2 into 3 that is 6. 24 plus 6 30. ഓക്കെ, ഫൈൻ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 8 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 8 ഫാക്ടോറിയൽ. വാട്ട് ഇസ് 10 ഫാക്ടോറിയൽ? നേരത്തെ പറഞ്ഞ പോലെ 10 into 9 into 8 ഫാക്ടോറിയൽ. അപ്പോൾ 8 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 വരെ 8 ഫാക്ടോറിയൽ, പിന്നെ 9 into 10. ഇപ്പോൾ 8 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം, ബാക്കി ആൻസർ 90. ഇതുപോലെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സി n factorial divided by n-1 factorial. We know that n factorial means 1 into 2 into 3 into 4 into 5 into up to n വരെ. ജസ്റ്റ് പ്രീവിയസ് അത് കൊടുക്കുക n-1. അപ്പോൾ അതുവരെ n-1 factorial then n. കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത്. സോ ആൻസർ ഈസ് n. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. 1/6 factorial plus 1/7 factorial equal to x by 8 factorial. Find the value of x. ഇപ്പോൾ ക്വസ്റ്റൻ എഴുതി ഈ 1/7 factorial എന്നുള്ളതിന് 6 factorial into 7 എന്ന് പറയാൻ പറ്റും. 8 ഫാക്ടോറിയലിന് 6 ഫാക്ടോറിയലിന് 7 into 8. ഇപ്പോൾ കോമൺ ലെറ്റേഴ്സ് നമ്പേഴ്സ് കട്ട് ചെയ്തു. സോ 1/1 പ്ലസ് 1/7 ഈക്വൽ ടു എക്സ് ബൈ 8 into 7. ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് വന്ന് എക്സിനെ ഐസൊലേറ്റ് ചെയ്താൽ എക്സ് വിൽ ബി 64. ഓക്കെ, കോമ്പിനേഷൻ. കോമ്പിനേഷൻ ഇസ് എ മാത്തമാറ്റിക്കൽ മെത്തേഡ് ടു ഫൈൻഡ് നമ്പർ ഓഫ് സെലക്ഷൻസ്. ഇപ്പോൾ ഒരു ബെഞ്ചിൽ 5 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചോ. ഫ്രം ദീസ് 5 സ്റ്റുഡൻസ് വി ക്യാൻ ടേക്ക് 3 സ്റ്റുഡൻസ് അറ്റ് എ ടൈം. 5 സ്റ്റുഡൻസുള്ള ഒരു ബെഞ്ചിൽ നിന്ന് 3 സ്റ്റുഡൻസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഹൗ മെനി വേസ് ക്യാൻ ബി ടേക്ക് 3 സ്റ്റുഡൻസ് അറ്റ് എ ടൈം. ഇതാണ് കോമ്പിനേഷൻ്റെ മീനിങ്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുക NCR. ഒരു ബെഞ്ചിൽ 5 സ്റ്റുഡൻസ് N5, അതിൽ 3 സ്റ്റുഡൻസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. സോ NCR ഓർ 5C3 അങ്ങനെ പറയും. അതിൻ്റെ ഫോർമുലയാണിത്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ. ഇതാണ് അതിൻ്റെ ഫോർമുല. ഇപ്പോൾ ഇവിടെ ഓർത്ത് നോക്കേണ്ടത് NC1 എന്ന് പറഞ്ഞാൽ n തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 5C1 ദാറ്റ് ഇസ് 5 തന്നെ, 10C1 ദാറ്റ് ഇസ് 10, 8C1 ദാറ്റ് ഇസ് 8.
ഓർ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. 8C1 എന്ന് പ്രസ് ചെയ്താൽ ആൻസർ 8 തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം. ഇനി NC_n അങ്ങനെ ഉണ്ട്, അത് 1 ആണ്. ഓക്കെ, ഓർ 5C5 അത് 1 ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. 10C1 10 തന്നെ. 10C10 എന്ന് പറഞ്ഞാൽ അത് 1 ആയിരിക്കും. 10C1 എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. 10C10 എന്ന് പറഞ്ഞാൽ അത് 1 ആയിരിക്കും. ഓക്കെ, then see what is 10C2? നമുക്കറിയാം ഫോർമുല അറിയാം. 10C2 means 10 factorial divided by 2 factorial into 10 minus 2 factorial. അപ്പോൾ 10 factorial divided by 2 factorial into ഇവിടെ 8 factorial വരും. 10 minus 2 8 factorial. അപ്പോൾ 10 factorialum ഈ 8 factorial കട്ട് ചെയ്യുക, ബാക്കി മുകളിൽ 9 into 10 വരും. ഓക്കെ, 9 into 10 വരും. 9 into 10. പിന്നെ 2 factorial 1 into 2 വരും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മാനുവലായി കാൽക്കുലേറ്റ് ചെയ്യാം, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്യാം. 10C3 ആണെങ്കിൽ 10 factorial divided by 3 factorial into 10 minus 3 factorial. That is 10 factorial divided by 3 factorial into 10 minus 3 means 7 factorial. അപ്പോൾ 7 factorial 10 factorial കട്ട് ചെയ്യുക. അപ്പോൾ 7 കഴിഞ്ഞാൽ ബാക്കി 8 into 9 into 10. അതാണ് ഇത്, 8 into 9 into 10. പിന്നെ ഈ 6 factorial means 3 factorial 1 into 2 into 3. അപ്പോൾ അതിന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. See this term by heart ചെയ്ത് നോക്കണം. NCR means NCn minus r. ഫോർമുലയാണ്. NCR means NCn minus r. അത് ഈ എന്നും ആറും മൈനസ് ചെയ്യാൻ പറ്റും. n minus r ഇവിടെ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. What is 10C7? 10C7 means 10 minus 7. അപ്പോൾ 10C7ഉം 10C3യും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് നോക്കി വെച്ചാൽ മതി. NCR is equal to NCn minus r. അതുപോലെ 10C7 is equal to 10 minus 7, that is 3. What is 100C 98? 100 minus 9 is 2. അപ്പോൾ 100C2 എഴുതാം. ഇതാണ് ഫോർമുല, അത് ഓർത്ത് നോക്കും. NC8 is equal to NC9. Find NC2. NC2ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ നമുക്കെങ്ങനെ പറയാം? NC8 ഈ NC8 is equal to NCn minus 8 എന്ന് പറയാം. NCn minus 8. ഓക്കെ, അപ്പോൾ NCn minus 8 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫോർമുല NCR, that is NCn minus r. അതേപോലെ തന്നെ NC8 means NCn minus 8. അപ്പോൾ ഇവിടെ നമുക്ക് NC8ന് പകരം NCn minus 8 എഴുതാം. അപ്പോൾ ഈ n minus 8 ആണ് ഇവിടെ 9 ഉള്ളത്. ഓക്കെ, n minus 8 is equal to 9. n minus 8 is equal to 9. So what is n? 8 plus 9 17 വരും. ഓക്കെ, 17. So the question, find NC2. ഇപ്പോൾ n 17 കിട്ടി. So 17C2 ആണ്. What is 17C2? 17C2 means മാനുവലി ചെയ്യുക. 17 factorial divided by 2 factorial into 17 minus 2 factorial. അപ്പോൾ 17 factorial divided by 2 factorial into 17 minus 2 means 15 ആയി. 15 വരെ കട്ടാകുമ്പോൾ മുകളിൽ 16 into 17 വരും. ഡിവൈഡ് ബൈ 2 factorial 1 into 2 136 വരും. ഇത് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. How many chords can be drawn through 21 points on a circle? ഇപ്പോൾ ഒരു സർക്കിളിൽ കോഡ്, ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ. അപ്പോൾ ഒരു സർക്കിൾ എടുക്കാം. ഈ സർക്കിളിൽ നമുക്ക് കോഡ് വരക്കണമെങ്കിൽ, കോഡ് മീൻസ് ഒരു സ്ട്രേറ്റ് ലൈൻ വിച്ച് കട്ട്സ് ദ സർക്കിൾ അറ്റ് 2 points കോഡ് വരക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെയും കോഡ് വരക്കാൻ പറ്റും. അപ്പോൾ അതിന് ഡയമീറ്റർ എന്നാണ് പറയുക. എനിവേ ഇഫ് യു ആർ ഗോയിങ് ടു ഡ്രോ എ കോഡ് ഓൺ എ സർക്കിൾ ഇറ്റ് ടേക്സ് 2 points. ഒരു കോഡ് വരക്കണമെങ്കിൽ സർക്കിൾ 2 points ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ 21 points കൊടുത്തിട്ടുണ്ടെങ്കിൽ 21C2 കോഡ്സ് ഉണ്ടാവും. 21C2. അപ്പോൾ ഈ 21 ഈ ഗിവൺ പോയിൻ്റാണ് 21. C2 എവിടെ നിന്ന് കിട്ടിയ ഒരു കോഡ് വരക്കണമെങ്കിൽ 2 points വേണം. 2 points ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്. 2 points ഉണ്ടെങ്കിൽ മാത്രമേ കോഡ് വരക്കാൻ പറ്റൂ. സോ 21C2 കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 210. Find the number of diagonals of an octagon. Octagon means what? 8 സൈഡില്ല. 1 2 3 4 5 6 7 8 സൈഡുള്ള ഒരു ക്ലോസർ ഫിഗറാണ് ഒക്ടഗൺ. ഇപ്പോൾ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ, ഇതാണ് ഒരു ഫോർമുല. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇഫ് എ പോളിഗൺ ഹാസ് n sides then NC2 minus n.
ഇതാണ് നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ഫോർമുല. ഇത് ബൈക്കാട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ ഒക്ടഗൺ ആകുമ്പോൾ 8 ആണ്. 8C2. 2 എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇങ്ങനെ ഡയഗണൽ വരക്കണമെങ്കിൽ 2 പോയിൻറ്റ്സ്, സ്ട്രേറ്റ് ലൈൻ വരക്കണമെങ്കിൽ 2 പോയിൻറ്റ്സ് വേണം. അപ്പോൾ അതാണ് 8C2 വന്ന് മൈനസ് n 8 ആണ്. ഇപ്പോൾ nC2ൽ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 8 എന്ന്. സോ ആൻസർ ഇസ് 20. In how many ways can 2 boys and 3 girls be selected from 4 boys and 5 girls? In how many ways can 2 boys and 3 girls be selected from 4 boys and 5 girls? അപ്പോൾ there are 4 boys ഉണ്ട്, അതിനകത്ത് 2 boys വേണം, 4C2. 5 girls, അതിനകത്ത് 3 girls വേണം, 5C3. ഓക്കെ, പിന്നെ പ്രിൻസിപ്പൾ ഓഫ് കൗണ്ടിങ് ഫസ്റ്റ് പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചെയ്യുക. സോ ആൻസർ 60. 4C2 കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി, 5C3 അങ്ങനെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ മാനുവൽ ചെയ്യാം. In how many ways can a cricket team of 11 be selected from 17 in which 5 players can bowl and each team of 11 must contain 4 bowlers? ഇപ്പോൾ 17 മെമ്പേഴ്സുള്ളൊരു ടീമിൽ നിന്ന് ഒരു മെമ്പേഴ്സിൽ നിന്ന് 11 മെമ്പേഴ്സിലൊരു ക്രിക്കറ്റ് ടീമിന് സെലക്ട് ചെയ്യണം. ഈ 7 മെമ്പേഴ്സിൽ 5 ആരാണ്? ബൗളേഴ്സാണ്. ഇപ്പോൾ 5 ബൗളേഴ്സ്, ബാക്കി 12 ആണ് ബാറ്റ്സ്മാൻ. ഓക്കെ, ഈ 5 ബൗളേഴ്സിന് 4 ബൗളേഴ്സ് വേണം ടീമിൽ, 4 ബൗളേഴ്സ്. ബാക്കി 7 ആണ് എന്ത്? 11 മെമ്പർ വേണം ടീമിൽ, 4 ബൗളേഴ്സ് വേണം, ബാക്കി 7 ആണ് ബാറ്റ്സ്മാൻ. ഓക്കെ, അപ്പോൾ ഈ 12 ബാറ്റ്സ്മാൻ എന്ന് വേണം 7 ബാറ്റ്സ്മാൻ എടുക്കാൻ. റൈറ്റ്, 5 ബൗളേഴ്സ് നിന്ന് 4 ബൗളേഴ്സ്. ഓക്കെ, സോ ആൻസർ ഈസ് 3960. The English alphabet has 5 vowels and 21 consonants. How many words with 2 different vowels and 2 different consonants can be formed? A different എന്നുള്ള വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് മീൻസ് ABCD അപ് ടു Z വരെ. അതിൽ നമുക്കറിയാം AEIOU, ഇതാണ് വവൽസ് എന്ന് പറയുന്നത്. 5 വവൽസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള 21 കൺസണൻ്റ് ഉണ്ടാവും. 5 വവൽസ്, 21 കൺസണൻ്റ്. ഈ 5 വവൽസ് എന്നാണ് നമുക്ക് എന്ത് വേണ്ടത്? 2 ഡിഫറെൻറ്റ് വവൽസ് വേണ്ടത്. സോ 5C2. പിന്നെ 21 കൺസണൻ്റ് എന്നാണ് 2 കൺസണൻ്റ് നമുക്ക് എടുക്കാനുള്ളത്. സോ 21C2. അങ്ങനെ നമുക്ക് 2100 വരും. അപ്പോൾ നമ്മളങ്ങനെ ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്തതിൽ 5 vowel, how many words with 2 different vowels and 2 different consonants can be formed? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി വേർഡ്സ്. അപ്പോൾ ഈ AEIOU അതിനകത്ത് നിന്ന് ഏതെങ്കിലും 2 എലമെൻറ്റും അതുപോലെ ബാക്കിയുള്ളതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു 2 കൺസണൻറ്റും ചേർന്നിട്ടുള്ളൊരു വേർഡിൽ ഇതിൻ്റെ പൊസിഷൻ മാറിയാൽ പ്രശ്നമില്ല. അപ്പോൾ 4 ലെറ്റേഴ്സ് വേർഡ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 2 വവൽസ് ഉണ്ട്, 2 കൺസണൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 2 വവൽസ് എന്ന് പറയുമ്പോൾ AE1 എടുക്കാം, 2 കൺസണൻ്റ് എന്ന് പറയുമ്പോൾ BC എടുക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫോം ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്ലേസ് മാറിയാൽ കുഴപ്പമില്ല. ഇപ്പോൾ AEBC വേണമെങ്കിൽ ABEC അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ AEBC അതുപോലെ വരണമെന്നില്ല. AE മീൻസ് അത് 2 വവലാണ്, BC അത് 2 കൺസണൻ്റാണ്. അപ്പോൾ AEBC അങ്ങനെ തന്നെ കമ്പൽസറി നിർബന്ധമില്ല. അപ്പോൾ ABEC അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ആ പ്ലേസ് നമുക്ക് എങ്ങനെ മാറ്റാം? ഇപ്പോൾ AEBC ഫോർ എക്സാമ്പിൾ AEBC ഇതൊരു വേർഡാണെന്ന് വിചാരിച്ചോ, മീനിങ്ലെസ് വേർഡ് AEBC. അപ്പോൾ ഈ എൻ്റെ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഈ 4 എലമെൻറ്റ്സിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. തന്നെ വേണമെന്നില്ല. ആവാം, ഇനി B ആവാം, പിന്നെ C ആവാം. ഒരു എക്സാമ്പിളാണ്. അങ്ങനെ ഏതിൽ സ്ഥലത്ത് വേണം നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ A വന്നു. അപ്പോൾ ഇതിൽ 4 ഡിജിറ്റിൽ 4 എലമെൻറ്റ്സിൽ ഏത് നമ്പർ വേണം എലമെൻറ്റ് വേണം ഇവിടെ കൊടുക്കാം. A വേണം, E വേണം, A വേണം, E വേണം, B വേണം, C വേണം, ഏതും വരാം. അപ്പോൾ 4 ലെറ്റേഴ്സിൽ ഏത് വേണമെങ്കിൽ വരാം. പക്ഷേ അടുത്തത് പറയുമ്പോൾ ഇവിടെ വന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കുറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ 4 ഡിജിറ്റിൽ 4 ലെറ്റേഴ്സിൽ അവിടെ 3 ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ 4 ആയി, പിന്നെ 3 ആയി, പിന്നെ 2 ആവും, പിന്നെ 1 ആവും. മുമ്പ് പറഞ്ഞ പോലെ. കാരണം ഡിഫറൻറ്റ് എന്നുള്ള വേർഡ് ഓർത്ത് നോക്കണം. അപ്പോൾ 4 3 2 1 4 ഫാക്ടോറിയൽ അങ്ങനെയാണ് വരിക. ബൈ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഈ 4 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 0 4 0 ഒരു 0 കൂടെ വേണം തോന്നുന്നു. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ റെപ്പിറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റനിൽ അത് മനസ്സിലാവും. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഈച്ച് ഓഫ് 2 vowels and 3 consonants can be formed from the letters of the word daughter? DAUGHTR. Here 3 vowels ഉണ്ട്. AUE, DGHTR 5 consonant ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്?
how many words with or without meaning each of two vowelsum 3 കൺസോണൻറ്റും വേണം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക 3C2 ഇൻറ്റു 5C3. ഓക്കെ, അങ്ങനെ 30 വരും. ഇനി അങ്ങനെ നമ്മൾ ഈ 5 ലെറ്റർ വേർഡ് എഴുതിയാൽ 3 വവൽസും 2 വവൽസും 3 കൺസോണൻറ്റുള്ള ഒരു 5 ലെറ്റർ വേർഡ് എഴുതിയാൽ അതിൻ്റെ പ്ലേസ് നമുക്ക് മാറ്റിയാലും പ്രശ്നം ഉണ്ടാവില്ല. പ്ലേസ് മാറ്റി പറയാം. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലൊന്ന് കുറയും അല്ലേ? എന്തുകൊണ്ടാണ്? റിപ്പിറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല. How many words with or without meaning each of 2 vowels and 3 consonants can be formed from the letters of the word daughter. അപ്പോൾ റിപ്പിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതുപോലെ എടുത്താൽ മതി. 5 factor, that is 3600 എന്ന് ആൻസർ വരും. In an examination, a question paper consists of 12 questions divided into 2 parts, part 1 and part 2, containing 5 and 7 questions respectively. A student is required to attempt 8 questions in all, selecting at least 3 from each part. In how many ways can a student select the question? അപ്പോൾ പാർട്ട് 1 5 ക്വസ്റ്റ്യൻ ഉണ്ട്, പാർട്ട് 2 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് അറ്റ്ലീസ്റ്റ് 8 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 3 ഫ്രം ഈച്ച് പാർട്ട് എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ 3 ക്വസ്റ്റ്യൻ പാർട്ട് 1 എന്നും 5 ക്വസ്റ്റ്യൻ പാർട്ട് 2 നോക്കാം. അപ്പോൾ 8 ആയി. അതല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ പാർട്ട് 1 എന്നും 4 ക്വസ്റ്റ്യൻ പാർട്ട് 2 നോക്കാം. അപ്പോൾ 4 + 4 8. 5 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 എന്നും 3 ക്വസ്റ്റ്യൻസ് പാർട്ട് 2 അങ്ങനെ 5 + 8 ഇങ്ങനെ. സോ ഹൗ മെനി അറേഞ്ച്മെൻറ്റ്സ്? ഇപ്പോൾ പാർട്ട് 1 5 ഉണ്ട്, അതിനകത്ത് 3. സോ 5C3 ഇൻറ്റു 7C5 ഒന്നങ്ങനെ പ്ലസ് പിന്നെയോ 5C4 ഇൻറ്റു 7C4 അങ്ങനെ വരും പ്ലസ് 5C5 ഇൻറ്റു 7C3. അതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. 5C3 ഇൻറ്റു 7C5 പ്ലസ് 5C4 ഇൻറ്റു 7C4 പ്ലസ് 5C5 ഇൻറ്റു 7C3. അങ്ങനെ ഇതെല്ലാം ഓരോന്നും കണ്ടുപിടിച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഹിയർ 2nC3 is to nC3 equal to 12:1. Find the value of n. അപ്പോൾ ഈസ്റ്റ് ഉള്ളത് നമുക്ക് ഡിവൈഡ് ആക്കി പറയാം. is equal to 12:1 is 12/1. 2nC3 എന്ന് പറയുമ്പോൾ 2n ഫാക്ടോറിയൽ 2n ബ്രാക്കറ്റിലിടണം. 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഉണ്ട് 2n - 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇത് മാനുവൽ ചെയ്യണം. ഇത് ആൾജിബ്ര ഉള്ളതുകൊണ്ട് ആൽഫബറ്റ് ഉള്ളതുകൊണ്ട് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. But 2nC3 means what? 2n അത് ഫാക്ടോറിയൽ ബ്രാക്കറ്റിൽ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 3 ഫാക്ടോറിയൽ 2n - 3 ബ്രാക്കറ്റിൽ. ഓക്കെ, 2n - 3 ഫാക്ടോറിയൽ. അപ്പോൾ അതാണ് ഈ കാര്യം. അപ്പോൾ മുകളിൽ 2n ഫാക്ടോറിയൽ. വാട്ട് ഇസ് 2n ഫാക്ടോറിയൽ? 1 × 2 × 3 × up to 2n. അപ്പോൾ ജസ്റ്റ് പ്രീവിയസ് പറയുമ്പോൾ 2n - 1 പിന്നെ 2n - 2 പിന്നെ 2n - 3. ഓക്കെ, അപ്പോൾ 2n - 3 വരെ നമുക്ക് വേണമെങ്കിൽ 2n - 3 ഫാക്ടോറിയൽ നോക്കാം. ഓക്കെ, 2n - 3 നോക്കാം ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2n - 3 ഫാക്ടോറിയൽ. കാരണം NCR മീൻസ് വാട്ട്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് 2n - 3 ഫാക്ടോറിയൽ കട്ടാക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോമിനേറ്ററിൽ വരുന്നത് എന്താണ്? 2n - 2 ഇൻറ്റു 2n - 1 ഇൻറ്റു 2n ഡിവൈഡ് ബൈ പിന്നെ 3 ഫാക്ടോറിയൽ 1 × 2 × 3. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് 2nC3. ഇനി nC3 പറയുമ്പോൾ വാട്ട് ഇസ് nC3? മേലിൽ ചെയ്യുക n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 3 ഫാക്ടോറിയൽ. അപ്പോൾ ഡിനോമിനേറ്റർ n - 3 ഫാക്ടോറിയൽ കാണാം. അപ്പോൾ മുകളിൽ എങ്ങനെ എഴുതാം? n - 3 ഫാക്ടോറിയൽ ഇൻറ്റു n - 2 ഇൻറ്റു n - 1 ഇൻറ്റു n - 2 ഇൻറ്റു n - 1 ഇൻറ്റു n നോക്കാം. n - 2 ഇൻറ്റു n - 1 ഇൻറ്റു n. അപ്പോൾ താഴെ 1 × 2 × 3 ഫാക്ടോറിയൽ ഉള്ളത്. സോ 12 ഡിവൈഡ് ബൈ 1 അങ്ങനെ കട്ട് ചെയ്ത് ബാക്കി കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. അപ്പോൾ 2n - 2 പുറത്തേക്ക് എടുത്താൽ n - 1 വരും. അപ്പോൾ n - 1 കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനലി ഇതുപോലെ വരും. പിന്നെ ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്ത് n-ൻ്റെ വാല്യൂ എടുക്കുക. n = 5. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. In a school there are 20 teachers. In how many ways can a principal and vice principal can be selected? ഇപ്പോൾ 20 ടീച്ചേഴ്സ് എന്നൊരു സ്കൂളിൽ അതിൽ നിന്ന് ഒരാളെ പ്രിൻസിപ്പളാക്കണം. സോ 20C1 മീൻസ് 20 തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരാളെ വൈസ് പ്രിൻസിപ്പളാകണം. അപ്പോൾ ഒരാളെ പ്രിൻസിപ്പളായി കഴിഞ്ഞാൽ ബാക്കി 19 ആളുണ്ട്. 19C1 that is 19 മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ആൻസർ 380. So that is all about this permutations and combinations.